വരട്ടെ. Hey, who are you? What's happening? ഞാൻ ആരാണെന്ന് സുധാമണി മകൻ സാറിന് പറഞ്ഞു കൊടുക്ക് ഞാൻ ആരാണെന്ന്. ഇതേ ഞാൻ സ്ഥാപിച്ചു പോയ എങ്കിൽ ശരി, ഞാൻ സ്വയം പരിചയപ്പെടുത്താം. പ്രിയപ്പെട്ട നാട്ടുകാരെ, ബന്ധുമിത്രാദികളെ, എന്റെ പേര് കൃഷ്ണമൂർത്തി. ആനിക്കിന്റെ കല്യാണ പേരില്ലേ, അവന്റെ അച്ഛനാ ഞാൻ, സുധാമണിയുടെ ഭർത്താവ്. എന്താ ഇതൊക്കെ? സുധാമണിയുടെ ഭർത്താവ് മരിച്ചുപോയെന്നാണല്ലോ ഞങ്ങളോട് പറഞ്ഞിരുന്നത്. പറയും, അവൾ ഇതല്ല ഇതിന്റെ അപ്പുറം പറയും. നേരെ തിരയില്ലാത്തവളാ അവള്. ഈ നിൽക്കുന്നത് നിങ്ങളുടെ ഭർത്താവാണോ? അതെ, മതി, അത്രയും കേട്ടാ മതി. മോളെ എണീക്ക്, നമുക്ക് ഈ കല്യാണം വേണ്ട. എണീറ്റ് വാ മമ്മി, എണീക്കടി വരാൻ. എല്ലാരും കൈവിട്ടവർക്ക് ദൈവം കൂട്ടിനുണ്ടെന്ന് പറയും. നീയും എന്നെ കൈയൊഴിഞ്ഞു അല്ലേ ഭഗവാനെ? ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള് എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വന്നിരിക്കുക. എന്റെ ഭർത്താവ്. എന്റെ മോന്റെ കല്യാണം നടത്താൻ വേണ്ടി ഞാനും എന്റെ മോനും വേർപ്പൊഴുക്കി സമ്പാദിച്ച ആഭരണങ്ങളും മോഷണം പോയി. പേടി സ്വപ്നം കാരണം ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ഭഗവാനെ. ഈ രാത്രി എനിക്കിനി ഉറങ്ങാൻ പറ്റൂല. അവസാന ശ്രമം പോലെ ഞാൻ ഒരാളെ കാണാൻ പോവാ. അതിനോണ്ടൊരു പരിഹാരം ഉണ്ടാക്കി തരാൻ നീ എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ. അമ്മേ, അമ്മ ഈ രാത്രിയില് എങ്ങോട്ട് പോവാ? അത് അല്ല മോനെ, എനിക്ക് മനസ്സിനൊരു വിഷമം. സ്വർണ്ണമൊന്നുമില്ലാണ്ട് നാളത്തെ കല്യാണം മനസ്സാകെ പിടിവിട്ട് പോകുമ്പോലെ. ഞാൻ നമ്മുടെ കേശവന്റെ വീട് വരെ പോവാന്ന് വിചാരിച്ചു. സ്വർണ്ണപ്പണി ചെയ്യുന്ന കേശവനില്ലേ? എന്തിനാമേ? അത് ഒന്ന് കടം പറഞ്ഞിട്ട് സ്വർണം വല്ലതും കിട്ടുമോ നോക്കാൻ. അമ്മേ, ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ, സ്വർണത്തിന്റെ കാര്യം ആലോചിച്ച് അമ്മ വിഷമിക്കണ്ടെന്ന്. എല്ലാം ഞാൻ നോക്കിക്കോളാം. മോനെ, അമ്മ ഒന്നും പറയണ്ട. ദേ ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിയേ. ചെല്ല് അമ്മേ. എപ്പോഴും ചിരിക്കുന്ന ആളാ നമ്മുടെ അമ്മ. അമ്മ കരയുന്നത് കാണാൻ വയ്യ. അമ്മ ചെന്ന് കിടന്നുറങ്ങാൻ നോക്കാം.
താനിത് റെഡിയായില്ലേ? മോൾ അമ്പലത്തിൽ നിന്ന് ഇപ്പൊ ഇങ്ങെത്തും. ദക്ഷിണ വാങ്ങിക്കഴിഞ്ഞ ഉടനെ മണ്ഡപത്തിലേക്ക് തിരിക്കണം. സമയായി. ഞാൻ എങ്ങോട്ടും വരുന്നില്ല മഹേഷ്. നീ ഇതെന്താ പറയുന്ന യാമിനി? ഞാൻ തുറന്നു പറയാം. ഞാൻ ഇന്നലെ ഒരു പൊടി ഉറങ്ങിയിട്ടില്ല. അതെന്താ? കല്യാണ ദിവസം രാവിലെ ഇങ്ങനെ പറയേണ്ടി വരുന്നത് ശരികേടാണെന്ന് അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല. പക്ഷേ മനസ്സിലുള്ളതിങ്ങനെ തികട്ടി തികട്ടി വരുവാ. അപർണയും ബാലുവായിട്ടുള്ള വിവാഹം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഈ വിവാഹം ഒന്ന് മാറിപ്പോയിരുന്നെങ്കിലെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഞാൻ. യാമിനി, നീ എന്ത് വർത്താനായി പറയുന്നേ? ഈ ബന്ധം നമുക്ക് വേണ്ടായിരുന്നു മഹേഷ്. യാമിനി, ദിസ് ഇസ് ടു മച്ച്. മോളുടെ കല്യാണം മുടങ്ങിപ്പോണെന്നോ? മോള് കുഞ്ഞായിരിക്കും മുതൽ നമ്മൾ സ്വപ്നം കണ്ടത് അവളുടെ കല്യാണം. പക്ഷേ നമ്മൾ സ്വപ്നം കണ്ടതുപോലെയാണോ അവളുടെ കല്യാണം നടക്കാൻ പോകുന്നത്? അവളുടെ ഒരു നിർബന്ധത്തിന് ഞാനും അങ്ങ് സമ്മതിച്ചു. ശരി തന്നെയാ. ഓണത്തിന് ആ വീട്ടില് ഭക്ഷണം കഴിക്കാനും പോയി. പക്ഷേ ആലോചിക്കും തോറും എന്റെ മനസ്സ് പിടിവിട്ടു പോവാ. നമ്മുടെ മോള് ഇനി മുതല് ആ ഒറ്റ വീട് കോളനിയില്. പയ്യന്റെ വീട്ടുകാരെ കുറിച്ച് ഇപ്പൊ തന്നെ ഓരോരുത്തർ പറഞ്ഞു തുടങ്ങിയത് കേട്ടല്ലോ. പയ്യന്റെ വീട്ടുകാരെ കുറിച്ച് നാട്ടുകാരുടെ അഭിപ്രായത്തിനല്ല, നമ്മുടെ അഭിപ്രായത്തിനാ പ്രാധാന്യം. നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് എനിക്കറിയാം. സുധാമണിയല്ലേ നിന്റെ ഇഷ്യൂ? അതെ, സുധാമണി തന്നെയാണ് എന്റെ ഇഷ്യൂ. എന്റെ മോളുടെ അമ്മായിയമ്മയായി അവരെനിക്ക് എത്ര ആലോചിച്ചിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സുധാമണി ഇന്നു മുതൽ അപർണയുടെ അമ്മായിയമ്മയല്ല, അമ്മ തന്നെയാ. അക്കാര്യം നീ ഒന്ന് മനസ്സിലാക്കുക. ബാലു ഇപ്പൊ നമ്മുടെ മകനെ പോലെയാ. 3 കുട്ടികളെ ഒറ്റയ്ക്ക് വളർത്തിയെടുത്ത സുധാമണി നമ്മുടെ മോളെ പൊന്നുപോലെ നോക്കും. പിന്നെ സുധാമണിയുടെ ജോലി ശമ്പളവും വേഷത്തിന്റെ പകിട്ടൊന്നും അല്ല മനുഷ്യരുടെ മഹത്വം തീരുമാനിക്കുന്നു. തത്വം പറയാനൊക്കെ വളരെ എളുപ്പമാ. പക്ഷേ എന്റെ മോള് ആ വീട്ടിലേക്ക് അപർണ മോൾ അമ്പലത്തിൽ നിന്ന് വന്നു തോന്നുന്നു. നീ ഒന്ന് സന്തോഷായിട്ടിരുന്നേ. നിറഞ്ഞ മനസ്സോടെ ദക്ഷിണ വാങ്ങി മോളെ അനുഗ്രഹിക്കണം. പപ്പാ, ഞാൻ എത്തി. നന്നായി പ്രാർത്ഥിച്ചല്ലോ അല്ലേ മോളെ? പിന്നല്ലാതെ ധൈര്യമായി ചെന്ന് കല്യാണം കഴിക്കാൻ ദേവി പറഞ്ഞിട്ടുണ്ട്. മമ്മിക്ക് എന്താ ആകെ ഒരു മൂഡ് ഔട്ട്? എന്താ മമ്മി? ഏയ്, എന്തു പറ്റി മമ്മി? ഞങ്ങളുടെ രാജകുമാരി ഈ കൊട്ടാരത്തിൽ നിന്ന് പോവുകയല്ലേ, ഓ അതിന്റെ ഒരു വിഷമം. മമ്മിക്ക് മാത്രമല്ല, പപ്പയ്ക്കുണ്ട് വിഷമം. ഈ വീട്ടിലെ രാജകുമാരി ആ വീട്ടിലെ മഹാറാണിയാവും. അപ്പൊ വിഷമമില്ലല്ലോ. എന്തായാലും ഞാൻ പോകുന്നതില് പപ്പയ്ക്കും മമ്മിക്കും വിഷമമുണ്ടെന്ന് അറിഞ്ഞല്ലോ, അത് മതി. സന്തോഷായി. മോളെ, എന്താ മമ്മി? നീ ഹാപ്പി ആണല്ലോ അല്ലേ? മമ്മി എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? ഞാൻ ഹാപ്പിയാ. ഹാപ്പി എന്ന് വെച്ചാ ഭയങ്കര ഹാപ്പി. പോരെ? പിന്നെ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങുമ്പോ ഞാൻ ഒന്ന് കരയും. ഒരു നമ്പർ. ഇപ്പൊ അതാ ട്രെൻഡ്. മോളെ, എന്താ മമ്മി? നിനക്ക് എന്തെങ്കിലും ഒരു വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീലോ ഉണ്ടെങ്കിൽ തുറന്നു പറയണം. എന്ത് വിഷമം, എന്ത് ഫീല്? ഇതെന്താ പാപ്പ, മമ്മി എന്തായി പറയുന്നേ? പറഞ്ഞില്ലേ, നീ പോകുന്നതിന്റെ വിഷമം. ദക്ഷിണ വാങ്ങാനുള്ള സമയമായി. മോളെ, അച്ഛമ്മയുടെ അടുത്തേക്ക് പോവാം. യാമിനി, വേഗം റെഡിയായിട്ട് വാ. മോളെ, കം. അമ്പലത്തിൽ പോയി ദേവീനെ തൊഴുതപ്പോ മനസ്സിന് തൽക്കാലത്തേക്കൊരാശ്വാസായി.
ആഭരണം നഷ്ടപ്പെട്ടെന്നും അമ്മയുടെ കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ. അമ്മ വെറുതെ ടെൻഷൻ ആവണ്ട. അതെ, അമ്മ നോക്കിക്കോ, സ്റ്റേഷനിൽ നിന്ന് ഉടൻ വിളി വരും, മോഷ്ടിച്ചവരെ കിട്ടിയെന്നും പറഞ്ഞു. അമ്മയുടെ വിഷമം കണ്ടിട്ടാണെന്ന് തോന്നുന്നു. മീനാക്ഷിയും ആകെ മൂഡ് ഓഫില. ഇന്നലെ രാത്രി മുതൽ ഞാൻ ശ്രദ്ധിക്കുക. ഏയ് ഞാൻ ഹാപ്പിയാ. എന്നാ പിന്നെ നമുക്ക് വേറെ റെഡിയാം. കോളനിയിലെ എല്ലാരെയും കൂട്ടി പോണ്ടല്ലേ? വാ. ചെല്ല്. ഹലോ, ഞങ്ങളെ ഇവിടുന്ന് പുറപ്പെടാൻ പോവുക. നീ ഇറങ്ങിക്കോ. ഞാൻ റെഡി ആയി കഴിഞ്ഞു. അങ്കിളിന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ എല്ലാം കൃത്യം നടക്കുമല്ലോ അല്ലേ? നീ ധൈര്യമായിട്ട് വാ. ഞാൻ പറഞ്ഞ ബോംബ് അവിടെ പൊട്ടുകയും ചെയ്യും, നീ അപർണെ കെട്ടുകയും ചെയ്യും. അത് മതി. കല്യാണ മണ്ഡപത്തില് നമ്മൾ തമ്മിൽ വലിയ അടുപ്പൊന്നും കാണിക്കണ്ട. ശരി. നീ താലി കെട്ടാൻ റെഡിയായി തന്നെ ഉണ്ടാവണം. ബാക്കിയൊക്കെ നിനക്ക് അവിടെ വെച്ച് മനസ്സിലാവും. സന്ദീപ്, സമയാവുന്നു. വരുന്നു. ഞങ്ങൾ തിരിക്കുക. ബാക്കി കല്യാണ മണ്ഡപത്തില്. ഓക്കെ. ഹായ് മീനാക്ഷി, ഗുഡ് മോർണിംഗ്. ഈ മെസ്സേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് 1 മിനിറ്റ്, ഒറ്റ മിനിറ്റ് അതിനകം എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്റെ സമ്മതം അറിയിക്കണം. ഇന്ന് രാത്രി നമ്മൾ തമ്മിൽ കാണാമെന്നുള്ള സമ്മതം. 1 മിനിറ്റിനുള്ളിൽ നിന്റെ കോള് വന്നില്ലെങ്കിൽ ഈ വീഡിയോ വൈറലാവും. ഞാനിതാ ഫോണുമായി നിൽക്കുകയാണ്. 1 മിനിറ്റ് സമയം. ഇതാ സ്റ്റാർട്ട് ചെയ്തു. മീനു, മീനു നീ റെഡി ആയിട്ടില്ലേ? അമ്മേ ദാ വരുന്നു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു 1 മിനിറ്റിനകം നിന്റെ കോള് വരുമെന്ന്. ഞാൻ വരാം. ഗുഡ് കെയർ. അപ്പൊ മീനാക്ഷി, ഞാൻ എത്ര മണിക്ക് എവിടെ വരും എന്നതൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. മീനാക്ഷി ഹാപ്പി ആയി പോയി വാ. ഏട്ടന്റെ കല്യാണത്തിന് എന്റെയും ആശംസകൾ. ഓക്കെ? എന്റെ ഏട്ടന്റെ കല്യാണത്തിന് സമാധാനത്തോടെ പങ്കെടുക്കാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര. എന്റെ ജീവിതം തീർന്നു. ഇന്ന് രാത്രി കഴിഞ്ഞ ഞാൻ ജീവിച്ചിരിക്കില്ല. മീനു, മീനു നീ റെഡി ആയിട്ടില്ലേ? എന്താ മോളെ? ഏയ് ഒന്നുമില്ലമ്മേ. എന്നാ കാര്യം പറ. അല്ല, ഇന്ന് കല്യാണത്തിന്റെ കാര്യം ഓർത്തപ്പോ എനിക്ക് കളവ് പോയ സ്വർണം ഇതുവരെ കിട്ടിയില്ലല്ലോ. മോൾ അതൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിക്കണ്ട. വന്നേ, സമയത്തിന് അവിടെ എത്തണ്ടേ? വാ. ഒരുക്കങ്ങളെല്ലാം ഗംഭീരായിട്ടുണ്ട്. ഓ, എന്റെ മോള് രാജകുമാരിയായി വാഴേണ്ടവളാ. പക്ഷേ അമ്മേ, ഞാനൊന്നും പറയുന്നില്ല.
അച്ഛന്റെ ഫോട്ടോ ഇട്ടിരുന്ന ആ മാല എവിടെ? അയ്യോ അതെവിടെ? കാറ്റടിച്ചോ മറ്റോ വീണു പോയിട്ടുണ്ടാവും. നമുക്കിറങ്ങാം, സമയാവുന്നു. എന്നാലും കഷ്ടമായി പോയി. ഞാൻ രാവിലെ ഫോട്ടോ നോക്കിയതാ, പക്ഷെ മാലയുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല. അമ്മ പറഞ്ഞില്ലേ കാറ്റത്തോ മറ്റോ പോയതായിരിക്കും. നിങ്ങൾ ഇറങ്ങ്. ദാ ഞാൻ വീട് പൂട്ടിട്ട് വരാം. സമയായി, ചെല്ലു മോളെ, ചെല്ല്. ചെല്ലടാ. പോയേട്ടാ. ഹലോ, കല്യാണത്തിന് പോകാൻ ഇറങ്ങിയോ? എന്തായാലും ഞാൻ ഇറങ്ങുകയാ. മണ്ഡപത്തിൽ ഞാനുണ്ടാവും. എനിക്ക് ദക്ഷിണ വാങ്ങണം. പറയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു. എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. എന്റെ തീരുമാനത്തിനും മാറ്റമില്ല. ദീർഘസുമംഗലിയായി സന്തോഷത്തോടെ അനേക വർഷങ്ങൾ കഴിയാൻ എന്റെ മോളെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി മുതൽ മോൾ ആ വീട്ടിലേയും കൂടി ആളാണ്. അവിടെ മോൾ എല്ലാവരുമായും ഐക്യത്തോടെയും സന്തോഷത്തോടെയും കഴിയണം. മമ്മി, എനിക്ക് മോളോട് പറയാനുള്ളത് ഇതാ. അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ആ നിമിഷം നീ തിരിച്ചിങ്ങ് വരണം. എന്താ യാമിനി, അവിടെ എന്ത് ബുദ്ധിമുട്ട് വരാനാ? അതുമല്ല, ഇങ്ങോട്ട് വരാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവണമെന്നില്ല. എപ്പോ വേണമെങ്കിലും വരാലോ. ഞാൻ കൃത്യമായി ആലോചിച്ച് തന്നെ പറഞ്ഞതാ. അവിടെ കാര്യങ്ങൾ ശരിയാകുന്നില്ലെന്ന് തോന്നിയ അടുത്ത നിമിഷം ഇങ്ങോട്ട് വരണം. അമ്മയുടെ വിഷമം എനിക്കറിയാം. അമ്മ ഒട്ടും ടെൻഷൻ ആവണ്ട. എനിക്കവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇന്നത്തെ കല്യാണം നടന്നിട്ട് വേണ്ടേ നീ ആ വീട്ടിലേക്ക് പോവാൻ? നീ പോകുന്നതേ കിരണിന്റെ വീട്ടിലേക്ക്.